ഹലോ ഓൾ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു കമ്പനിയുടെ ഫണ്ടമെൻ്റൽ ആൻഡ് ബിസിനസ് അനാലിസിസിന് വേണ്ടിയിട്ടാണ്. സോ ആദ്യം തന്നെ ഡിസ്ക്ലെയിമർ പറയുകയാണ്, ഇതൊരു റെക്കമെൻഡേഷൻ വീഡിയോ അല്ല, മറിച്ച് നമ്മൾ ഓരോ കമ്പനികൾ ഓരോ സമയത്തും ഇങ്ങനെ ഓരോ സീരീസ് ആയിട്ടിരുന്ന് പഠിക്കാറുണ്ട്. സോ ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്ത ഒരു കമ്പനിയാണ് ടോളൻസ് ടയേഴ്സ്. ഇത് റെക്കമെൻഡേഷൻ വീഡിയോ ആയിട്ട് കണക്കാക്കരുത്, മറിച്ച് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനികളുടെ ബിസിനസ്സും അവരുടെ ഫ്യൂച്ചറും ഒക്കെ പഠിക്കുന്ന ഒരു സീരീസ് ഓഫ് വീഡിയോയുടെ ഭാഗമായിട്ട് എടുക്കുന്ന വീഡിയോ ആണ്. സോ ഇതാരും ഒരു റെക്കമെൻഡേഷൻ ആയിട്ട് കണക്കാക്കി വീഡിയോ കാണരുത്, മറിച്ച് ഇതൊരു സ്റ്റോക്ക് മാർക്കറ്റ് നോളജും ആൻഡ് ഒരു ബിസിനസ് അനാലിസിസുമായിട്ട് മാത്രം കാണുക. ഓക്കെ, സോ ഇപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ടു കാണും, കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റഡ് കമ്പനിയാണ് ഇന്ന് നമ്മുടെ പഠിക്കാൻ പോകുന്ന കമ്പനി. കമ്പനിയുടെ പേര് ഞാൻ തന്നെ പറയാം, ടോളൻസ് ടയേഴ്സ് എന്നാണ് കമ്പനിയുടെ പേര്. നിലവിൽ 739 കോടിയാണ് മാർക്കറ്റ് ക്യാപ്പ്. അതിന് കറണ്ട് മാർക്കറ്റ് പ്രൈസ് 187 രൂപയാണ്. സോ ഇവരുടെ ബിസിനസ് എന്താണ്, എവിടെയാണ് ഇവിടെ പ്രവർത്തനം, ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിച്ച ശേഷം നമുക്ക് കമ്പനിയുടെ ടെക്നിക്കൽസിലേക്ക് പോകാം. ആൻഡ് കമ്പനി ഇൻകോപ്പറേറ്റ് ചെയ്ത് 2003 സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട്. ആൻഡ് ഇവരെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ PCTR ആൻഡ് ടയേഴ്സും പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഇവിടെ പ്രധാനപ്പെട്ട ബിസിനസ്. ടയേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഇവർ ചെയ്യുന്ന ടോളൻസ് ടയേഴ്സ് എന്ന് പറഞ്ഞാൽ TTL എന്നാണ് അതിൻ്റെ ഒരു ചുരുക്കനാമം. അപ്പോൾ ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പ്രൊക്യൂർഡ് ട്രെഡ് റബ്ബറാണ് ഇവർ മാനുഫാക്ചർ ചെയ്യുന്നത്. ആൻഡ് അതിൻ്റെ മുകളിൽ ഇവർ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്താണ്, ലൈറ്റ് കൊമേഴ്ഷ്യൽ ആൻഡ് അഗ്രികൾച്ചർ ആൻഡ് 2-വീലർ വെഹിക്കിൾസിനുള്ള ടയേഴ്സ് ഇവർ നിർമ്മിക്കുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവർ എൻ്റെ ബാക്ക് എൻഡിൽ ഇവർ ചെയ്യുന്ന വേറെ കുറേ ബിസിനസ്സുകളുണ്ട്. ആൻഡ് ഇറ്റ് ഹാസ് ഓൾസോ ഇൻറ്റഗ്രേറ്റഡ് ബാക്ക്വേർഡ് ടു പ്രൊഡ്യൂസ് ബോണ്ടിങ് കം വൾക്കനൈസിംഗ് സൊല്യൂഷൻസ്, ടയർ ഫ്ലാപ്സ് ആൻഡ് ട്യൂബ്സ്. അപ്പോൾ ആൻസിലറി പ്രൊഡക്ട്സ് ആണ് ഇതൊക്കെ. ബേസിക്കലി ബോണ്ടിങ് ഗംസും വൾക്കനൈസിംഗ് സൊല്യൂഷൻസ് ഒക്കെ പറഞ്ഞാൽ ഈ ബോണ്ടിങ് ഗമ്മുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതൊക്കെ ഇവർ നിർമ്മിക്കുന്നുണ്ട്, ടോളൻസ് ടയേഴ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ നമുക്കൊന്ന് പരിശോധിക്കാം, എന്തൊക്കെയാണ് നിർമ്മിക്കുന്നത്. ആദ്യം തന്നെ പറഞ്ഞു, ഇവർ ടയർ ത്രെഡിങ് ചെയ്യുന്നു, ടയറിൻ്റെ ത്രെഡിങ് ചെയ്യുന്നുണ്ട്. ആൻഡ് ടയേഴ്സിൽ തന്നെ ഇവർ ലൈറ്റ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിൻ്റെ ടയേഴ്സ്, LCV ടയേഴ്സ് എന്ന് പറയും. പിന്നെ ഓഫ് റോഡ് ആൻഡ് അഗ്രികൾച്ചർ ടയേഴ്സ് ഇവർ നിർമ്മിക്കുന്നുണ്ട്, OTR ടയേഴ്സ് എന്ന് പറയും. പിന്നെ നമ്മുടെ 2-വീലർ, സാധാരണ വണ്ടികൾക്കുള്ള 2-വീലേഴ്സിന് വേണ്ടിയിട്ടുള്ള ടയേഴ്സും 3-വീലേഴ്സിന് വേണ്ടിയിട്ടുള്ള ടയേഴ്സും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ആൻസിലറി പ്രൊഡക്ട്സ് ആണ്, ബോണ്ടിങ് ഗം വൾക്കനൈസിംഗ് സൊല്യൂഷൻ, റോബ് റബ്ബർ ആൻഡ് അതേഴ്സ്. അപ്പോൾ ഇതിൻ്റെ പ്രൊണൗൺസിയേഷൻ തെറ്റുകയാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. നമ്മൾ ഇതിൽ കമ്പനിയുടെ ബിസിനസ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇതിൻ്റെ പ്രൊണൗൺസിയേഷൻ തെറ്റുകയാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഓക്കെ, ഇവിടെ പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ് എവിടെയൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാം. ആദ്യം തന്നെ പറയട്ടെ, അവർക്ക് കേരളത്തിൽ 2 പ്ലാന്റും പിന്നെ റാസൽ ഖൈമ, മലയാളികൾക്ക് ഒരുപാട് അറിയാവുന്ന സ്ഥലമാണ് റാസൽ ഖൈമ, UAE. അപ്പോൾ അവിടെ വേറൊരു പ്ലാന്റുമാണ് ഉള്ളത്. ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് ട്രെഡ് റബ്ബർ ചെയ്യുന്നതിന് 12,486 ടൺ കപ്പാസിറ്റി അവർക്കുണ്ട്. ആൻഡ് ടയേഴ്സിലാണെങ്കിൽ 1.5 മില്യൺ യൂണിറ്റ്സിൻ്റെ കപ്പാസിറ്റി ഉണ്ട്. ശേഷം റബ്ബർ കോമ്പൗണ്ട്സ് 17,160 ടണ്ണും പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഇതുണ്ട്. കേരളത്തിൽ കാലടിയിലാണ് ഇവിടെ പ്ലാന്റ് ഉള്ളത് 2 എണ്ണം, പിന്നെ ഉള്ളത് റാസൽ ഖൈമയിലാണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇപ്പം കമ്പനിയുടെ യൂട്ടിലൈസേഷൻ ആൻഡ് കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ പരിശോധിക്കുകയാണെങ്കിൽ മോസ്റ്റ്ലി 31.68% ആണ് കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ അവർ നടത്തിയിട്ടുള്ളത്. അതായത് മോസ്റ്റ്ലി 15 ലക്ഷത്തിന് മുകളിൽ ടയേഴ്സ് അവർ നിർമ്മിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ പ്രീ ക്യൂർഡ് ട്രെഡ് റബ്ബർ PCTR എന്ന് പറയുന്നത് 11,286 ടണ്ണ് അവർ പ്രൊഡക്ഷൻ നടത്തിയിട്ടുണ്ട്. അതായത് 47.82 യൂട്ടിലൈസേഷൻ നടത്തിയിട്ടുണ്ട്. കമ്പനിക്ക് ഓൾറെഡി നോക്കുകയാണെങ്കിൽ 40ഓളം രാജ്യങ്ങളിൽ പ്രസൻസ് ഉണ്ട്. മിഡിൽ ഈസ്റ്റിലും ഏഷ്യ റീജിയനിലെല്ലാം അവർ പ്രസൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ എക്സ്പോർട്ടിൽ നിന്ന് ഏകദേശം 17%, ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്ന് മോസ്റ്റ്ലി 83% ഇവർക്കുള്ള റവന്യൂ ഉള്ളത്. ട്രെഡ് റബ്ബറിൽ നിന്ന് 76%, ടയേഴ്സിൽ നിന്ന് 24% റവന്യൂ അവരുണ്ട്. പിന്നെ ശേഷം കമ്പനിയുടെ ഫിനാൻഷ്യൽസ് ഒക്കെ നമുക്ക് നോക്കാം. ആൻഡ് കമ്പനിയുടെ ഫിനാൻഷ്യൽ ഡേറ്റകളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ സ്ക്രീനറിൽ തന്നെ അവരുടെ ഡീറ്റെയിൽസ് അവൈലബിൾ ആണ്. ശേഷം ടോളൻസ് ടയേഴ്സിനെ കുറിച്ച് പറയാൻ 1982 ഒരു ചെറിയ ഒരു പ്ലാന്റ് ആയിട്ട് തുടങ്ങിയതാണ്. ഓക്കെ, ആൻഡ് അവിടെ നിന്നാണ് ടോളൻസ് ടയേഴ്സ് 2 മാനുഫാക്ചറിങ് പ്ലാന്റ് ഇവിടെ റാസൽ ഖൈമയിലായിട്ടൊക്കെ തുടങ്ങിയത്. ആൻഡ് ആ KP വർക്കി എന്ന് പറഞ്ഞ ആളാണ് ടോളൻസ് ടയേഴ്സ് തുടങ്ങിയിട്ടുള്ളത്. സോ ഒരു മലയാളിയുടെ സംരംഭമായി നമുക്കിതിനെ കണക്കാക്കാം. ആൻഡ് ഇപ്പം മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുമുണ്ട്. ആൻഡ് കമ്പനിയുടെ ഫിനാൻഷ്യൽസിലേക്കൊക്കെ നമുക്ക് പോകാം. കോമ്പറ്റീറ്റേഴ്സ് ഒരുപാടുള്ള ഒരു ഫേമാണ്, അറിയാം. ഇവിടെ പിയർ കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ തന്നെ MRF, ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ്, അപ്പോളോ ടയർ, സിയാറ്റ്, JK ടയർ, ഇപ്പോൾ TVS, ഗുഡിയർ ഇന്ത്യ, ടോളൻസ്, അങ്ങനെ ടോളൻസിൻ്റെ തന്നെ ഇത്രയും കോമ്പറ്റീറ്റീവ്സ് ഇഷ്ടം പോലെയുള്ള ഒരു മേഖലയാണ്. അപ്പോൾ ഇവിടെ ക്വാർട്ടർലി റിസൾട്ട് നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ മാർച്ചിൽ 69.53 കോടിയാണ് ഇവിടെ സെയിൽസ് എങ്കിൽ ഈ ഒരു വർഷം 89.74 കോടിയായിട്ടുണ്ട് ജൂണിൽ. ആൻഡ് അതൊരു ക്വാർട്ടർലി റിസൾട്ട് വെച്ച് നോക്കുമ്പോഴത്തേക്കും വളരെ നല്ലൊരു പെർഫോമൻസ് ആണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ 13.57%, നിലവിൽ ഈ ക്വാർട്ടറിൽ 13.44%, വലിയ വ്യത്യാസമില്ല, ഓക്കെയാണ്. ആൻഡ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ഈ ക്വാർട്ടറിൽ നോക്കുകയാണെങ്കിൽ 12.75% കോടിയാണ്. ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇയർലി നമുക്ക് നോക്കുകയാണെങ്കിൽ
മാർച്ച് 2024 227 കോടിയായിരുന്നെങ്കിൽ മാർച്ച് 2025 292 കോടിയാണ്. ഓക്കെ, അതിൽ ഇയർലി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ തന്നെ 56 കോടിയാണ്. കഴിഞ്ഞ 47 കോടിയിൽ നിന്നാണ് വർധനവ് നമുക്ക് കാണാം. ഓക്കെ, പിന്നെ നമുക്ക് ഇവർ പരിശോധിക്കേണ്ട ഇക്വിറ്റി ക്യാപിറ്റൽ 20 കോടി നിലവിൽ നിന്നിട്ട് റിസർവ് അവർ കൂട്ടിയിട്ടുണ്ട്. 85 കോടിയിൽ നിന്നും 305 കോടിയായിട്ട് റിസർവ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ബോറോയിങ്സ് നോക്കുകയാണെങ്കിൽ 79 കോടിയിൽ നിന്നും 17. അതൊരു വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ബോറോയിങ്സ് അവർ നല്ല രീതിയിൽ കുറച്ചിട്ടുണ്ട്. ഓക്കെ, ആൻഡ് അതർ ലയബിലിറ്റീസും കുറച്ചിട്ടുണ്ട്, 29. ആൻഡ് ഫിക്സഡ് അസറ്റ്സ് നോക്കുകയാണെങ്കിൽ 50 കോടിയിൽ നിന്ന് 52 കോടിയിലേക്ക് മാറിയിട്ടുണ്ട്. ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി നെഗറ്റീവാണ്, ക്യാഷ് ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി നെഗറ്റീവാണ്. ക്യാഷ് ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി 58 കോടിയിൽ നിന്ന് 117 കോടിയിലായിട്ട് വർധനവുണ്ട്. ഓക്കെ, ആൻഡ് ഡെപ്റ്റർ ഡേയ്സ് കൂടിയിട്ടുണ്ടെന്നുള്ളത് കൺസേൺ ആണ്. ആൻഡ് ഇൻവെന്ററി ഡേയ്സും കൂടിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ പ്രൊമോട്ടർ ഹോൾഡിംഗ് കൺസിസ്റ്റന്റ് ആണ്. 68.53% പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉണ്ടെങ്കിലും FIA ആൻഡ് DIA ഹോൾഡിംഗ്സ് കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യം 0.39% ആണ്, അതിപ്രാവശ്യം 0.5% ആണ്. DIA ഹോൾഡിംഗിലും കുറവുണ്ട്. 2.18% നിന്ന് 1.90% ആയിട്ട് DISന്റെ ഹോൾഡിംഗും കുറവുണ്ട്. പബ്ലിക്കിന്റെ ഹോൾഡിംഗ് കഴിഞ്ഞ ക്വാർട്ടർ വെച്ച് നോക്കുമ്പോഴത്തേക്ക്, കഴിഞ്ഞ ജൂൺ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ സെപ്റ്റംബറിൽ വർദ്ധിച്ചിട്ടുണ്ട്. 29.51% ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. സോ ഇവർക്ക് ഒരുപാട് ഓർഡേഴ്സും കിട്ടുന്നുണ്ടതായിട്ട് എനിക്ക് ഏകദേശമുള്ളൊരു ധാരണ ഉള്ളത്. പിന്നെ കമ്പനി ഡെപ്റ്റ് കുറയ്ക്കുന്നതും കമ്പനി ഡെപ്റ്റ് ഫ്രീ ആവുന്നതും വളരെ പോസിറ്റീവായിട്ടൊരു ന്യൂസാണ്. ഓക്കെ, അപ്പം ടോളിൻസ് ടൈൽസിൻ്റെ ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിക്കാണെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ കേരളത്തിൽ ബേസ് ചെയ്ത് തുടങ്ങിയ കമ്പനിയാണെന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. കമ്പനിയുടെ ടെക്നിക്കൽ ചാർട്ടിലേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ ടോളിൻസ് ടൈൽസിൻ്റെ ഹൈ എന്ന് പറയുന്നത് 259 ആണ്. ആൻഡ് അവിടെ നിന്ന് ഈ കമ്പനി നല്ലൊരു ഫോൾ തന്നിട്ടുണ്ടായിരുന്നു. ടെക്നിക്കലി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 259 റേഞ്ചിൽ നിന്ന് നല്ലൊരു ഫോൾ, മോസ്റ്റ്ലി ഒരു 58% ഫോൾ തന്നിട്ടുണ്ട്. ആൻഡ് മാർക്കറ്റ് അതിനുശേഷം ഒരു ഹയർ ഹൈ ഫോർമേഷനോടെ അപ്സൈഡ് പോവുകയാണ് ചെയ്തത്. ആൻഡ് ഇവിടെ ബേസ് ഉണ്ടാക്കിയിട്ടുള്ളതുണ്ടോ എന്നുള്ള കാര്യം നമുക്കിവിടെ പരിശോധിക്കാം. നിങ്ങൾ കണ്ടില്ലേ, കമ്പനി 58% ഡൗൺ സൈഡ് വന്ന ശേഷം ഒരു ബേസ് ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ മൈനറായിട്ടൊരു ബേസേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ആ ബേസ് ബ്രേക്ക് ചെയ്ത് സ്റ്റോക്ക് അപ്സൈഡ് പോവുമായിരുന്നു. ആൻഡ് ആ ബേസിൻ്റെ ഒരു എബോവ് റേഞ്ചിൽ മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു കാര്യം നിങ്ങൾ കാണാം. കണ്ടില്ലേ, ഈ റേഞ്ചിൽ തന്നെ മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്തു. ആൻഡ് ഈ ഏരിയ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. അപ്പം ബേസിൽ നിന്നാണ് ഈ സ്റ്റോക്ക് അപ്സൈഡ് പോകുന്നത്. ആൻഡ് ഹയർ ഹൈ ഫോർമേഷൻ നമുക്കിവിടെ വിസിബിൾ ആണ്. നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ അറിയാം, ഹയർ ഹൈ മാർക്കറ്റിലുണ്ട്. സോ സംബഡി ഈസ് ബൈയിങ് ദിസ് സ്റ്റോക്ക്. ആൻഡ് അത് ആരാണെന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. കുറച്ച് പേര് ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവാം, ആൻഡ് ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവാം. അങ്ങനെ ഒരുപാട് ആളുകൾ ഇതിൽ വാങ്ങുന്നുണ്ടെന്നുള്ള കാര്യം ബൈയിങ് വിസിബിൾ ആണ്. സോ അപ്പം എന്താണ് ഈ നിലവിലെ അവസ്ഥ എന്ന് വെച്ചാൽ 187 റേഞ്ചിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ആൻഡ് 200 റേഞ്ചാണ് ഈ സ്റ്റോക്കിൻ്റെ റെസിസ്റ്റൻസ്. ഞാൻ ഒരു സപ്ലൈ റേഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്തിടാം. സപ്ലൈ ആയിട്ട് മാർക്ക് ചെയ്തിടുകയാണ്. 200 റേഞ്ചാണ് സപ്ലൈ വരുന്നത്. ആൻഡ് അടുത്ത ഈ സ്റ്റോക്കിൻ്റെ ഡിമാൻഡ് ഏരിയ ആയിട്ട് എവിടെ കാണാൻ പറ്റുക? ഇപ്പോൾ ഡിമാൻഡ് ഏരിയ ഉണ്ട്. എന്താണ്, ഒരു ട്രെൻഡ് ലൈൻ ഫോർമേഷൻ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഡിമാൻഡ് ഏരിയ അവിടെ ആ ട്രെൻഡ് ലൈൻ ഒരു ഡിമാൻഡ് ഏരിയ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ഒരു ഫോൾ വരികയാണെങ്കിൽ 165 ഒരു ഡിമാൻഡ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി നമുക്കിവിടെ കാണാം. ആൻഡ് അതിനുശേഷം ഡിമാൻഡ് ഏരിയ, ഈ ഒരു ഏരിയ, ആ ഒരു ട്രെൻഡ് ലൈൻ ഫോർമേഷൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്ത ഡിമാൻഡ് ഏരിയ എവിടെയായിട്ട് നമുക്ക് കണക്കാക്കാം? അടുത്ത ഡിമാൻഡ് ഏരിയ എന്ന് പറയുന്നത് 135 റേഞ്ചാണ് ഇതിൻ്റെ ഒരു ഡിമാൻഡ് ഏരിയ ആയിട്ട് പറയുന്നത്. നമ്മൾ ഇതുപോലെ ചാർട്ടിൽ ഇതുപോലെ കണ്ടുപിടിച്ച് മാർക്ക് ചെയ്ത് വെച്ചിരുന്നാൽ മാർക്കറ്റ് ഓൺഗോയിങ് ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്കും നമുക്കിതൊക്കെ പഠിക്കാനും, അല്ലെങ്കിൽ ഒരു ക്രാഷ് വരുമ്പോഴത്തേക്ക് ഓരോന്നിൻ്റെ ഡിമാൻഡ് ഏരിയകളൊക്കെ നമുക്കൊരു കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കണം. നമുക്കിവിടെ മാർക്ക് ചെയ്ത് വെച്ച് പ്രീ ഡിറ്റർമിൻഡ് ആയിട്ട് ഡിസിഷൻസ് എടുക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു സപ്ലൈ 200 ആണെന്ന് ഞാൻ പറഞ്ഞു. 200 ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ അടുത്ത സപ്ലൈ ഏരിയ വരുന്നത് 259 ആണ് എന്നുള്ള കാര്യം കൂടെ ഞാൻ മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ചാർട്ടിൽ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചാർട്ട് നമുക്കിതിൽ എന്താ പറയുക, ബൈ ചെയ്യണോ സെല്ല് ചെയ്യണോ എന്നൊന്നും പറയാനുള്ള അധികാരം നമുക്കില്ല. മറിച്ച് എന്താണ് ഇതിൻ്റെ ടെക്നിക്കലി ചാർട്ടിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ള കാര്യം നമുക്കിവിടെ സൂചിപ്പിക്കാം, അല്ലെങ്കിൽ മാർക്ക് ചെയ്യാനുള്ളത് മാത്രമാണ് ആസ് എ ട്രേഡർ അല്ലെങ്കിൽ ഇൻവെസ്റ്റർ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾ ഈ സ്റ്റോക്കിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക. ഇതിൻ്റെ ഇൻവെസ്റ്റർ പ്രസൻറ്റേഷനൊക്കെ അവൈലബിൾ ആണ്, എടുത്ത് വായിക്കുക. ഈ കമ്പനിക്ക് ഫ്യൂച്ചർ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ തീരുമാനമാക്കുക. ഇതൊക്കെ നിങ്ങൾ നോക്കിയാലേ അറിയാൻ കഴിയത്തുള്ളൂ. എല്ലാവരും സ്വയം പഠിക്കാൻ ശ്രമിക്കുക. ഞാൻ കണ്ടില്ലേ, പ്രിക്യൂർഡ് ട്രെഡ് റബ്ബർ എന്താണെന്നുള്ള കാര്യമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ആ ഒരു ഇൻഡസ്ട്രിയൽ പ്രോസസ് എന്താണെന്നുള്ള കാര്യമൊക്കെ വായിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരുടെ വെബ്സൈറ്റിൽ കാര്യമായ കാര്യങ്ങൾ എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവരുടെ ബോണ്ടിങ് കം വോൾക്കനൈസർ സൊല്യൂഷൻ അതേഴ്സ്, ഇതൊക്കെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഇതൊന്നും കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് അവരുടെ ഇൻവെസ്റ്റർ പ്രസൻറ്റേഷനിൽ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു കാര്യം നമുക്ക് ഓക്കെ ആയിട്ട് ഇതിൽ ചാർട്ടിൽ പൊതുവെ നോക്കുമ്പോൾ നമുക്കറിയാം, ഇവിടെ ക്വാർട്ടർലി പെർഫോമൻസ് നോക്കുമ്പോഴത്തേക്കും ജൂൺ 2023 അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കും അവർ ഗ്രാജുവലി അവരുടെ
ഗ്രോത്ത് നമുക്കിവിടെ കാണാൻ കഴിയും. 41.21% നിന്ന് 89.74 കോടിയിലേക്ക് 41.21 കോടിയിൽ നിന്നും 89.74 കോടിയിലേക്ക് കുറച്ച് ക്വാർട്ടറുകൾ കൊണ്ട് തന്നെ അവർ അവരുടെ പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. സെയിൽസും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും വളർത്തിയിട്ടുണ്ട്. സോ കമ്പനി അവരുടെ ബിസിനസ് വർദ്ധിപ്പിക്കാനുള്ള എന്താ പറയുക ശ്രമം നടത്തുന്നുണ്ട്. ആൻഡ് കമ്പനി ഡെപ്റ്റ് ഫ്രീ ആണെന്നുള്ളതും കമ്പനിയുടെ ബിസിനസ് ഒരു സോളിഡ് ബിസിനസ്സാണ്. ടയർ ബിസിനസ് സോളിഡ് ആയിട്ടുള്ള ബിസിനസ്സാണ്. വാഹനങ്ങൾ ഉള്ളിടത്തോളം കാലം ആ ടയർ ബിസിനസ് നിലനിൽക്കും. കമ്പനി പുതിയ പുതിയ മേഖലകളിലേക്ക് പോകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഓക്കെ, സോ ഇപ്പം ടോളൻസ് ടയേഴ്സ് എൻ്റെ ഒരു റഡാറിൽ വന്നപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു. മേ ബി ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമ്പനിയെക്കുറിച്ച് എഴുതിയിടാം. സോ ഇതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് പറഞ്ഞതല്ല, നമ്മൾ ഓരോ കമ്പനികളും പഠിക്കാൻ ശ്രമിക്കുക. ബിസിനസ്സാണ്, ആൻഡ് ഇതൊക്കെ നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഓരോ അവസരങ്ങൾ വരുമ്പോൾ നമുക്കത് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഓക്കെ, അപ്പോൾ വേറൊരു കമ്പനി അനാലിസിസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു.